വെൽക്കം ടു വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ. വിങ്സ് ലേണിംഗ് സൊല്യൂഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീരാഗ് ഭക്തപ്രിയം. നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം +1 എക്കണോമിക്സിലെ 4ാമത്തെ അധ്യായമായ പോവർട്ടി, ദാരിദ്ര്യം എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പാർട്ട് 2 വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആള് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ഈ ചാപ്റ്ററിന്റെ പാർട്ട് 2 വീഡിയോയിൽ പ്രധാനമായും 2 കാര്യങ്ങളെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, റീസൺ ഫോർ പോവർട്ടി, ദാരിദ്ര്യത്തിനുള്ള കാരണങ്ങൾ. 2, പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഫോർ പോവർട്ടി അലിവിയേഷൻ, ദാരിദ്ര്യ നിർമ്മാർജ്ജന നയങ്ങളും പരിപാടികളും. ഈ 2 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പാർട്ട് 2 വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമതാണ് റീസൺ ഫോർ പോവർട്ടി, ദാരിദ്ര്യത്തിനുള്ള കാരണങ്ങൾ. പ്രധാനമായും 5 കാരണങ്ങളാണ് ദാരിദ്ര്യത്തിനുള്ളത്, റീസൺ ആയിട്ടുള്ളത്. ഒന്നാമതാണ് അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ. തൊഴിലില്ലായ്മയാണ് ദാരിദ്ര്യത്തിന്റെ ഒന്നാമത്തെ കാരണം. ദാരിദ്ര്യത്തിനുള്ള ഒന്നാമത്തെ കാരണമാണ് തൊഴിലില്ലായ്മ, അൺഎംപ്ലോയ്മെന്റ്. 2, ലോ ലെവൽ ഓഫ് ഇൻകം, വരുമാനത്തിന്റെ കുറവ് അല്ലെങ്കിൽ വരുമാനത്തിന്റെ അഭാവം, അതാണ് രണ്ടാമത്തെ കാരണം. 3, ബാക്ക്വേർഡ് ഓഫ് അഗ്രികൾച്ചർ സെക്ടർ, കാർഷിക മേഖലയുടെ തകർച്ച. കാർഷിക മേഖലയുടെ തകർച്ച എന്തിന് കാരണമായി തീർന്നു? ദാരിദ്ര്യത്തിന് കാരണമായി തീർന്നു. അതാണ് മൂന്നാമത്തെ കാരണം. 4, ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം. എങ്ങനെയാണ് പണപ്പെരുപ്പം ദാരിദ്ര്യം ഉണ്ടാക്കുന്നത്? പണപ്പെരുപ്പത്തിന്റെ സമയത്ത്, ഇൻഫ്ലേഷന്റെ സമയത്ത് ആവശ്യ വസ്തുക്കളുടെ വില കൂടുന്നു. അപ്പൊ സാധാരണ ആളുകൾക്ക്, സാധാരണ വരുമാനമുള്ള ആളുകൾക്ക് ഇത് വാങ്ങാൻ കഴിയാതെയാകുന്നു. ആവശ്യ വസ്തുക്കൾ വാങ്ങാൻ കഴിയാതെയാകുന്നു. അവർ ദാരിദ്ര്യത്തിൽ അകപ്പെടുന്നു. അപ്പൊ പണപ്പെരുപ്പമാണ്, ഇൻഫ്ലേഷനാണ് 4ാമത്തെ കാരണം. 5, അൺസാറ്റിസ്ഫാക്ടറി ഇക്കണോമിക് ഗ്രോത്ത്, തൃപ്തികരമല്ലാത്ത സാമ്പത്തിക വളർച്ച. രാജ്യത്തിലെ തൃപ്തികരമല്ലാത്ത സാമ്പത്തിക വളർച്ച മന്ദഗതിയിലാണ് അല്ലെങ്കിൽ പിന്നോട്ടാണ് പോകുന്നതെങ്കിൽ അതും ദാരിദ്ര്യത്തിന് കാരണമായി തീരും. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട 5 കാരണങ്ങൾ, ദാരിദ്ര്യത്തിനുള്ള 5 കാരണങ്ങൾ. 1, അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ. 2, ലോ ലെവൽ ഓഫ് ഇൻകം, വരുമാനത്തിന്റെ അഭാവം അല്ലെങ്കിൽ വരുമാനത്തിന്റെ കുറവ്. 3, ബാക്ക്വേർഡ് ഓഫ് അഗ്രികൾച്ചർ സെക്ടർ, കാർഷിക മേഖലയുടെ തകർച്ച. 4, ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം. 5, അൺസാറ്റിസ്ഫാക്ടറി ഇക്കണോമിക് ഗ്രോത്ത്, തൃപ്തികരമല്ലാത്ത സാമ്പത്തിക വളർച്ച. അപ്പൊ പാർട്ട് 2 വീഡിയോയിലൂടെ നമ്മൾ ഒന്നാമത്തെ പോയിന്റ് ഡിസ്കസ് ചെയ്തു, റീസൺ ഫോർ പോവർട്ടി, ദാരിദ്ര്യത്തിനുള്ള കാരണങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി രണ്ടാമത് പഠിക്കാനുള്ളത് ഞാൻ പറഞ്ഞിരുന്നു, പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഫോർ പോവർട്ടി അലീവിയേഷൻ, ദാരിദ്ര്യ നിർമ്മാർജ്ജന നയങ്ങളും പരിപാടികളും. എന്താണ് ദാരിദ്ര്യ നിർമ്മാർജ്ജന നയങ്ങളും പരിപാടികളും എന്ന് പറഞ്ഞാൽ, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട്, ദാരിദ്ര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളും പദ്ധതികളെയും നമ്മൾ എന്ത് വിളിക്കും? ദാരിദ്ര്യ നിർമ്മാർജ്ജന നയങ്ങളും പരിപാടികളും എന്ന് വിളിക്കും. അപ്പൊ ദാരിദ്ര്യ നിർമ്മാർജ്ജന നയങ്ങളും പരിപാടികളും ഡിസ്കസ് ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ ഒരു തിയറിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ആ തിയറിയാണ് ട്രിക്കിൾ ഡൗൺ തിയറി. ട്രിക്കിൾ ഡൗൺ തിയറി അഥവാ ട്രിക്കിൾ ഡൗൺ സിദ്ധാന്തം. എന്താണ് ട്രിക്കിൾ ഡൗൺ തിയറി അഥവാ ട്രിക്കിൾ ഡൗൺ സിദ്ധാന്തം എന്ന് പറയുന്നത്? ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച എല്ലാവർക്കും തുല്യ രീതിയിൽ എത്തിക്കുക എന്നതാണ് ട്രിക്കിൾ ഡൗൺ സിദ്ധാന്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച എല്ലാവർക്കും തുല്യ രീതിയിൽ എത്തിക്കുക എന്നതാണ് ട്രിക്കിൾ ഡൗൺ സിദ്ധാന്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജന നയങ്ങളും പരിപാടികളൊക്കെ നടപ്പിലാക്കിയിരുന്നത് ഈ ഒരു തിയറിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. ഈ ഒരു സിദ്ധാന്തത്തിന്റെ, ട്രിക്കിൾ ഡൗൺ സിദ്ധാന്തത്തിന്റെ, ട്രിക്കിൾ ഡൗൺ തിയറിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ത്യയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജന നയങ്ങളും പരിപാടികളും നടപ്പിലാക്കിയിരുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഗവൺമെന്റ് പ്രധാനപ്പെട്ട 3 പദ്ധതികളാണ്, 3 പരിപാടികളാണ് നടപ്പിലാക്കിയിരുന്നത്. 1,
സെൽഫ് എംപ്ലോയ്മെന്റ് ആൻഡ് വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, സ്വയം തൊഴിൽ പരിപാടിയും കൂലിത്തൊഴിൽ പരിപാടിയും. 2 ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാം, ഭക്ഷ്യ സുരക്ഷാ പരിപാടി. 3 സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാം, സാമൂഹ്യ സുരക്ഷാ പരിപാടി. ഒന്നാമത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടിയുടെ പേരെന്താ? സെൽഫ് എംപ്ലോയ്മെന്റ് ആൻഡ് വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം. സ്വയം തൊഴിൽ പരിപാടിയും കൂലിത്തൊഴിൽ പരിപാടിയും. ദാരിദ്ര്യത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണല്ലോ തൊഴിലില്ലായ്മ, അൺഎംപ്ലോയ്മെന്റ്. അപ്പൊ ഈ തൊഴിലില്ലായ്മ മറികടക്കുവാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് നടപ്പിലാക്കിയ പരിപാടിയാണ് സെൽഫ് എംപ്ലോയ്മെന്റ് ആൻഡ് വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, സ്വയം തൊഴിൽ പരിപാടിയും കൂലിത്തൊഴിൽ പരിപാടിയും. അപ്പൊ തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന ആളുകൾക്ക് തൊഴിൽ എത്തിച്ചു കൊടുക്കുന്ന പരിപാടികളാണ് ഈ സെൽഫ് എംപ്ലോയ്മെന്റ് ആൻഡ് വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാമിൽ ഉണ്ടാവുന്നത്. സെൽഫ് എംപ്ലോയ്മെന്റ് ആൻഡ് വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാമിനെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായും ഒന്ന് പറഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പരിപാടി. എന്താണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പരിപാടി? തൊഴിൽ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് 100 ദിവസം മിനിമം വേതനത്തിൽ തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പരിപാടി അല്ലെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതി. 2005 തൊട്ടാണ് തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വരുന്നത്. അപ്പോൾ 100 ദിവസം മിനിമം വേതനത്തിൽ, ഒരു വർഷം 100 ദിവസം മിനിമം വേതനത്തിൽ തൊഴിൽ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് തൊഴിലുറപ്പ് നൽകുന്ന പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പരിപാടി. അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയ്മെന്റ് വേജ് എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രോഗ്രാമാണ് PMRY, പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന എന്നാണ് PMRYയുടെ ഫുള്ള്. സ്വയം തൊഴിൽ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് PMRY, പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന. അതുപോലെ മറ്റൊരു പ്രോഗ്രാമാണ് JRY, ജവഹർ റോസ്ഗാർ യോജന. ഗ്രാമത്തിലുള്ള ആളുകൾക്ക് സ്വയം തൊഴിൽ ചെയ്യാൻ സഹായകമാക്കുന്ന അല്ലെങ്കിൽ സ്വയം തൊഴിലിന് സഹായം നൽകുന്ന പദ്ധതിയാണ് JRY, ജവഹർ റോസ്ഗാർ യോജന. അടുത്തൊരു പ്രോഗ്രാമാണ് NRY, നെഹ്റു റോസ്ഗാർ യോജന. നഗരത്തിലുള്ള ആളുകൾക്ക് സ്വയം തൊഴിലിനൊക്കെ വേണ്ടിയിട്ട് സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് NRY, നെഹ്റു റോസ്ഗാർ യോജന. അപ്പൊ ഈ 4 പരിപാടികളെ കുറിച്ചും നമ്മൾ ഈ സെൽഫ് എംപ്ലോയ്മെന്റ് ആൻഡ് വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാമിനെ കുറിച്ച് നമ്മളോട് പരീക്ഷയിൽ ചോദിക്കുമ്പോൾ എഴുതണം. അപ്പോൾ സെൽഫ് എംപ്ലോയ്മെന്റ് ആൻഡ് വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാമിൽ സ്വയം തൊഴിൽ പരിപാടിയിലും കൂലിത്തൊഴിൽ പരിപാടിയും 4 പ്രോഗ്രാമാണ് വരുന്നത്, 4 പരിപാടികളാണ് വരുന്നത്. 1 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പരിപാടി, 2 PMRY, പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന, 3 JRY, ജവഹർ റോസ്ഗാർ യോജന, 4 NRY, നെഹ്റു റോസ്ഗാർ യോജന. ദാരിദ്ര്യ നിർമ്മാർജ്ജന നയങ്ങളിലെയും പരിപാടികളിലെയും രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് സെൽഫ് എംപ്ലോയ്മെന്റ് ആൻഡ് വേജ് എംപ്ലോയ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാം, ഭക്ഷ്യ സുരക്ഷാ പരിപാടി. എന്താണ് ഭക്ഷ്യ സുരക്ഷാ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഭക്ഷ്യധാന്യങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുന്ന പരിപാടിയാണ് ഭക്ഷ്യ സുരക്ഷാ പരിപാടി. ഭക്ഷ്യ സുരക്ഷാ പരിപാടിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പ്രധാനമായും നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ് PDS. എന്താണ് PDS എന്ന് പറഞ്ഞാൽ? പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, പൊതുവിതരണ സംവിധാനം. റേഷൻ കടകൾ, പൊതുവിതരണ സംവിധാനം വഴി, റേഷൻ കടകൾ വഴി കുറഞ്ഞ നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ ഗവൺമെന്റ് വിതരണം ചെയ്യുന്നു. ഇതിലൂടെ ഗവൺമെന്റിന് ഒരു പരിധി വരെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ സാധ്യമായി. അപ്പോൾ ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാമിൽ നമ്മൾ ഭക്ഷ്യസുരക്ഷാ പരിപാടിയിൽ പൊതുവിതരണ സംവിധാനത്തോടൊപ്പം പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനോടൊപ്പം പറയേണ്ട മറ്റൊന്നാണ് സ്കൂൾ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണം. സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന LP UP വിഭാഗം കുട്ടികൾക്ക്
ഉച്ചഭക്ഷണം സൗജന്യമായിട്ട് ഗവൺമെന്റ് നൽകുന്നു. അപ്പോൾ സ്കൂൾ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണമാണ് ഈ ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാമിൽ വരുന്ന മറ്റൊരു പരിപാടി. ഇനി മൂന്നാമത്തെ ഒരു പ്രോഗ്രാമാണ് ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാമിൽ വരുന്ന മൂന്നാമത്തെ ഒരു പ്രോഗ്രാമാണ് അന്നപൂർണ സ്കീം. എന്താണ് അന്നപൂർണ സ്കീം എന്ന് പറഞ്ഞാൽ, സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ആളുകൾക്ക് മാസം 10 കിലോ ഭക്ഷ്യധാന്യങ്ങൾ സൗജന്യമായി ഗവൺമെന്റ് നൽകുന്നു. ഇതിനെയാണ് അന്നപൂർണ സ്കീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഗവൺമെന്റ് നടപ്പിലാക്കിയ രണ്ടാമത്തെ പദ്ധതിയാണ് ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാം, ഭക്ഷ്യസുരക്ഷാ പരിപാടി. ഭക്ഷ്യസുരക്ഷാ പരിപാടിയിൽ നമ്മൾ 3 കാര്യങ്ങളെ കുറിച്ചാണ് പറയേണ്ടത്. ഒന്ന്, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, പൊതുവിതരണ സംവിധാനം. 2, സ്കൂൾ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണം. 3, അന്നപൂർണ സ്കീം. അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജന നയങ്ങളിലെയും പരിപാടികളിലെയും 2 പരിപാടികൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ പരിപാടിയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് നടപ്പിലാക്കിയ മൂന്നാമത്തെ പരിപാടിയാണ് സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാം, സാമൂഹ്യ സുരക്ഷാ പരിപാടി. സാമൂഹ്യ സുരക്ഷാ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പെൻഷൻ സ്കീമുമായി ബന്ധപ്പെട്ട പരിപാടികളാണ്, പെൻഷൻസുമായി ബന്ധപ്പെട്ട പരിപാടികളാണ്. സാമൂഹ്യ സുരക്ഷാ പരിപാടിയിൽ നമ്മൾ 2 സ്കീമിനെ കുറിച്ച്, 2 പദ്ധതികളെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം പ്രധാനമായും. ഒന്ന്, ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം. എന്താണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 65 വയസ്സ് ആയവരും 65 വയസ്സിന് മുകളിലുള്ളവർക്കും BPL വിഭാഗത്തിൽ വരുന്ന 65 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് മാസം 500 രൂപ വീതം ഈ പദ്ധതി പ്രകാരം ഗവൺമെന്റ് നൽകുന്നു. അതാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീമിൽ പറയാനുള്ളത്. മറ്റൊന്നാണ് സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാമിൽ വരുന്ന മറ്റൊന്നാണ് അടൽ പെൻഷൻ യോജന. എന്താണ് അടൽ പെൻഷൻ യോജന? അടൽ പെൻഷൻ യോജന പ്രകാരം 18 തൊട്ട് 40 വയസ്സ് വരെയുള്ള അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി ചെയ്യുന്ന, അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന, പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന, സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പെൻഷൻ സ്കീമാണ് അടൽ പെൻഷൻ യോജന. അപ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാമിൽ, സാമൂഹ്യ സുരക്ഷാ പരിപാടിയിൽ നമ്മൾ 2 പദ്ധതികളെ കുറിച്ചാണ് പറയേണ്ടത്. ഒന്ന്, ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം. 2, അടൽ പെൻഷൻ യോജന. 2നെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജന നയങ്ങളും പരിപാടികളും കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതികളെയും പരിപാടികളെയും വിളിക്കുന്ന പേരാണ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഫോർ പോവർട്ടി അലിവേഷൻ, ദാരിദ്ര്യ നിർമ്മാർജ്ജന നയങ്ങളും പരിപാടികളും. അപ്പൊ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് 3 പരിപാടികളാണ് നടപ്പിലാക്കിയത്. ഒന്ന്, സെൽഫ് എംപ്ലോയ്മെന്റ് ആൻഡ് വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, സ്വയം തൊഴിൽ പരിപാടിയും കൂലിത്തൊഴിൽ പരിപാടിയും. 2, ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാം, ഭക്ഷ്യസുരക്ഷാ പരിപാടി. 3, സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാം, സാമൂഹ്യ സുരക്ഷാ പരിപാടി. അപ്പോൾ നമ്മൾ ഈ പാർട്ട് 2 വീഡിയോയിലൂടെ 2 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഒന്ന്, റീസൺ ഫോർ പോവർട്ടി, ദാരിദ്ര്യത്തിനുള്ള കാരണങ്ങൾ. 2, പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഫോർ പോവർട്ടി അലിവേഷൻ, ദാരിദ്ര്യ നിർമ്മാർജ്ജന നയങ്ങളും പരിപാടികളും. അപ്പോൾ ഈ 2 കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി പിന്നീട് കാണാം. താങ്ക് യു.